നല്ല ദീർഘ പൊരുത്തം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രവും ഉത്രാട നക്ഷത്രവുമാണ്. യോനി പൊരുത്തവും ഉണ്ട്. ദീർഘപൊരുത്തം ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. രണ്ടുപേർക്ക് നല്ല വിവരമുണ്ടല്ലോ. എനിക്ക് പോടാകണേച്ച അവിടുന്ന്. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ചേട്ടൻ ദേഹിക്കും ഉയരമില്ലേ? ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം ഒരു കളിതമാശ. ഞാൻ പഞ്ചാംഗം നോക്കി ഗണിച്ചാൽ അച്ചട്ടാണ്. അതല്ലേ പഞ്ചാംഗം പച്ചുള്ള സ്ഥാനപ്പേര് കിട്ടാൻ കാരണം. വിട്ടിട്ടും പറയാൻ അവരും അത് കേട്ട് തിരിക്കാൻ നീങ്ങും. രണ്ടുപേരും എണീറ്റ് പോകുന്നുണ്ടോ അപ്പുറത്ത്? ഞാൻ കൊട്ടാരം ജ്യോത്സ്യനായിരുന്നു. കൊച്ചമ്മയോടുള്ള സ്ഥായി കൊണ്ട് മാത്രമാണ് എന്റെ കൊട്ടാരം ഞാൻ ഇങ്ങോട്ട് മാറ്റിയത്. പിള്ളേര് പറയുന്നൊന്നും കണക്കാക്കണ്ട. ഗ്രഹനില എങ്ങനെയാണെന്ന് നോക്കി. അല്ലല്ല, സംഗതി അങ്ങനെയാണോ? 11ാം ഭാവാധിപൻ 11ൽ തന്നെയുണ്ട് കുളിയൻ. ഈ വിവാഹം ഉഗ്രമായിരിക്കും. പിതൃക്കളുടെ അനുഗ്രഹവും കാണുന്നു. വിവാഹം നടക്കുമെന്ന് തീർച്ചയാണോ? മാതൃഹേതു ശുഭ എന്നാണ് കാണുന്നത്. അതായത് മാതാവിന്റെ കഴിവും മെഴിവും പ്രൗഢിയും സൗന്ദര്യ ഭാവാദികളും കൊണ്ട് എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായാലും ഈ വിവാഹം നടക്കും. അല്ലെങ്കിലും എന്റെ ഐശ്വര്യം കൊണ്ട് എല്ലാം മംഗളമായി തന്നെ നടക്കും. ഞാൻ ഗുരുത്വമുള്ളവളാണ്. കൊള്ളാം. അഷ്ടഗന്ധം ഇട്ട് ഇടിച്ച് ഉറപ്പിച്ച മനസ്സല്ലേ കൊച്ചമ്മേടത്. ഗുരുത്തം